നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ധർമ്മടത്ത് മത്സരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് പത്തനാപുരം ഗാന്ധിഭവനിലെ അമ്മമാർ. കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ പോലീസുകാരന്റെ വീട്ടിന് നേരെ ബോംബേറ്. എറിഞ്ഞ സ്റ്റീൽ ബോംബ് പൊട്ടാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. KS തന്നെ ഹൈക്കമാൻഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായി K സുധാകരൻ മത്സരിക്കും. വ്യാഴാഴ്ച അർദ്ധരാത്രി വീശിയടിച്ച ശക്തമായ കാറ്റിൽ തലശ്ശേരി പിലാക്കണ്ടി പ്ലാസ കോമ്പൗണ്ടിൽ കൂറ്റൻ തണൽമരം പൊട്ടിവീണു. അർദ്ധരാത്രിയായതിനാൽ വൻ ദുരന്തം വഴിമാറി. വാർത്തകൾ വിശദമായി. ധർമ്മടത്ത് മത്സരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് പത്തനാപുരം ഗാന്ധിഭവനിലെ അമ്മമാർ. രാവിലെ 11 മണിയോടെ LDF നേതാക്കളോടൊപ്പം എത്തിയാണ് ജില്ലാ രജിസ്ട്രാർ സച്ചിൻ കൃഷ്ണൻ മുൻപാകെ പത്രിക നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി 3ാം തവണയും മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11 മണിക്കെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തലശ്ശേരിയിലെ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് പത്രികാ സമർപ്പണം നടത്തിയത്. ജില്ലാ രജിസ്ട്രാർ സച്ചിൻ കൃഷ്ണൻ പത്രിക ഏറ്റുവാങ്ങി. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസമുള്ള ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, LDF നേതാക്കളായ EP ജയരാജൻ, P ശശി, KK രാജേഷ്, CN ചന്ദ്രൻ എന്നിവർ കൂടെയുണ്ടായിരുന്നു. ധർമ്മട നിയോജക മണ്ഡലത്തിൽ ഇതോടെ 3ാം തവണയാണ് പിണറായി വിജയൻ ജനവിധി തേടുന്നത്. പത്തനാപുരം ഗാന്ധിഭവനിലെ അഗതികളായ അമ്മമാരാണ് മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക ഇത്തവണയും നൽകിയത്. ഗാന്ധിഭവനിൽ വെച്ച് ഇവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും മറ്റും വിറ്റുകിട്ടിയ തുകയിൽ നിന്നുള്ള ഒരു പങ്ക് തങ്ങളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് നൽകാനായി നേരത്തെ തന്നെ അമ്മമാർ ഗാന്ധിഭവൻ ഭാരവാഹികളെ ഏൽപ്പിച്ചിരുന്നു. ഗാന്ധിഭവൻ ഭാരവാഹികളായ ഡോക്ടർ പുനലൂർ സോമരാജൻ, K വരദരാജൻ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് തുക കൈമാറിയത്. കഴിഞ്ഞ 2 തവണയും ഗാന്ധിഭവനിലെ അമ്മമാരാണ് പിണറായി വിജയന് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത്. രാവിലെ പിണറായി കൺവെൻഷൻ സെന്ററിൽ നിയമവിദഗ്ധർ അവസാനവട്ട സൂക്ഷ്മ പരിശോധന നടത്തി കൈമാറിയ പത്രികയുമായി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തലശ്ശേരി രജിസ്ട്രാർ ഓഫീസ് പരിസരത്തെത്തിയ മുഖ്യമന്ത്രി LDF നേതാക്കൾക്കൊപ്പം ഓഫീസിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പത്രിക നൽകിയത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥലത്ത് ഏർപ്പെടുത്തിയിരുന്നു. പത്രികാ സമർപ്പണത്തിന് മുഖ്യമന്ത്രി എത്തുന്നതും കാത്ത് നേതാക്കളായ MC പവിത്രൻ, CK രമേശൻ, K ശശിധരൻ, CP ഷൈജൻ തുടങ്ങിയവരും നിരവധി പ്രവർത്തകരും സ്ഥലത്ത് ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ പോലീസുകാരന്റെ വീട്ടിന് നേരെ ബോംബേറ്. എറിഞ്ഞ സ്റ്റീൽ ബോംബ് പൊട്ടാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കണ്ണവം സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ UP അർജുന്റെ ചെറുവാഞ്ചേരി പൂവത്തൂരിലെ വീട്ടിന് നേരെയാണ് ബോംബേറ് നടന്നത്. കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിലെ പോലീസുകാരന്റെ വീടിന് നേരെ ബോംബേറ്. ബോംബ് പൊട്ടിയില്ല, ഒഴിവായത് വൻ ദുരന്തം. കണ്ണവ സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ UP അർജുനന്റെ ചെറുവാഞ്ചേരിയിലെ പൂവത്തൂരിലെ വീടിന് നേരെയാണ് ബോംബേറ് നടന്നത്. അർദ്ധരാത്രി 12:40 സംഭവം. ഉഗ്രവലിപ്പമുള്ള ബോംബ് വീടിന്റെ വരാന്തയിലാണ് പതിച്ചത്. സംഭവ സമയം അർജുനനും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ വീട് തന്നെ തകർന്ന് വൻ ദുരന്തം നടന്നേനെ. അത്രയും വലിപ്പമുള്ള സ്റ്റീൽ ബോംബാണിതെന്ന് പോലീസ് പറഞ്ഞു. കാലപ്പഴക്കമാകാം പൊട്ടാതിരിക്കാൻ കാരണമെന്ന് സംശയിക്കുന്നു. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിബി ടോം, കണ്ണവം CI സുമിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബോംബെറിഞ്ഞതെന്നാണ് സംശയിക്കുന്നത്. മുഖംമൂടി ധരിച്ച് നമ്പർ പ്ലേറ്റ് മറച്ച് ബൈക്കിൽ 2 പേർ പോകുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
KS തന്നെ ഹൈക്കമാൻഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായി K. സുധാകരൻ മത്സരിക്കും. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. കണ്ണൂർ സീറ്റിനെ ചുറ്റിപ്പറ്റി പാർട്ടിക്കുള്ളിൽ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമാകുന്നത്. സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുമുള്ള ശക്തമായ നിലപാടിനെ തുടർന്ന് ഹൈക്കമാൻഡ് ഒടുവിൽ വഴങ്ങുകയായിരുന്നുവെന്നാണ് വിവരം. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം ഉയർന്നിട്ടുണ്ട്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച അനുഭവസമ്പത്തും പ്രാദേശിക സ്വാധീനവും സുധാകരന് അനുകൂല ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ UDFിൽ തുടരുകയാണ്. വ്യാഴാഴ്ച അർദ്ധരാത്രി വീശിയടിച്ച ശക്തമായ കാറ്റിൽ തലശ്ശേരി പിലാക്കണ്ടി പ്ലാസ കോമ്പൗണ്ടിൽ കൂറ്റൻ തണൽമരം പൊട്ടിവീണു. അപകടത്തിൽ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാനിരുന്ന സ്ഥാപനത്തിന് കേടുപാടുകളുണ്ടായി. അർദ്ധരാത്രി ആയതിനാലാണ് വൻ ദുരന്തം വഴിമാറിയത്. വ്യാഴാഴ്ച അർദ്ധരാത്രി വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് തലശ്ശേരി പിലാക്കണ്ടി പ്ലാസ കോമ്പൗണ്ടിൽ കൂറ്റൻ തണൽമരം പൊട്ടിവീണത്. തലശ്ശേരിയുടെ വ്യാപാര സ്ഥിരാകേന്ദ്രമാണ് പിലാക്കണ്ടി പ്ലാസയും പരിസരവും. പകൽ സമയങ്ങളിൽ ഏറ്റവും തിരക്കേറിയ ഇടം കൂടിയാണ് ഇവിടം. പുലർച്ചെയായതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. കോമ്പൗണ്ടിലെ കൂറ്റൻ തണൽമരം ഇവിടെ പുതുതായി ആരംഭിച്ച ഗ്രേപ്പ് ടവർ വ്യാപാര സമുച്ചയത്തിന് സമീപത്തേക്കാണ് പതിച്ചത്. മരത്തിന്റെ ശിഖരങ്ങൾ തട്ടി അടുത്ത ദിവസം ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്ന ഫോൺ കേസ് എന്ന സ്ഥാപനത്തിന്റെ ACPക്ക് കേടുപാടുണ്ടായി. ഏതാണ്ട് 1.25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി സ്ഥാപന ഉടമകൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും ചെറുവാഞ്ചേരി മേഖലയിൽ വ്യാപക കൃഷിനാശം. സ്ഥലം MLA KP മോഹനൻ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചെറുവാഞ്ചേരി പൂവത്തുപാലം മീൻമുട്ടി പയ്യാംവയൽ ഭാഗങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്. ആയിരക്കണക്കിന് കുലച്ചതും കുല വരാറായതുമായ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. നാരായണയേക്കാൾ, വാസു കുമ്പളപ്രവൻ, രാജുയേക്കാൾ, CK ദാമോദരൻ, അശോകം പറമ്പിൽ, വാസു കുട്ടാമ്പള്ളി, സഹദേവൻ മാടപ്പള്ളി, ശാന്ത മുല്ലോളി, T കുഞ്ഞാൻ, ചന്തു ബാലോളി, TK രമേശൻ, മുരളി തുടങ്ങിയ കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാറ്റ് പ്രധാനമായും നാശം വിതച്ചത്. നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KP മോഹനൻ MLA പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി.
Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കളെയും രക്തസാക്ഷി കുടുംബങ്ങളെയും സന്ദർശിച്ച് കൂത്തുപറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK പ്രവീൺ. ആവേശകരമായ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. രാവിലെ 8:30 മാക്കൂൽ പീടികയിലെ കൃഷ്ണൻ നായരുടെ കുടുംബത്തെ സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് കൂരാറയിലെ തടത്തിൽ ബാലൻ, പാത്തിപ്പാലത്തെ VP മനോജ്, പത്തായക്കുന്നിലെ സുകുമാരൻ തുടങ്ങി ഒട്ടേറെ ആളുകളുടെ വസതികളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. ഉച്ചയോടെ പര്യടനത്തിൻ്റെ ആദ്യഘട്ടം സമാപിച്ചു. നിരവധി LDF പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് കാലത്ത് തന്നെ രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ഇവിടെ പുഷ്പാർച്ചന നടത്തുകയാണ്. ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ് കോട്ടയാണ്. ഇവിടെ പല വികസനങ്ങളും നടന്നിട്ടുണ്ട്. KP മോഹനേട്ടൻ തുടങ്ങിയ വികസനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ, ശൈലജ ടീച്ചർ തുടങ്ങിയ വികസനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ എന്ന അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട്, ജാതി പദവികൾ തുടങ്ങിയ എല്ലാവരും ഒറ്റക്കെട്ടായി ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള വൻ പ്രതീക്ഷയുമായി ഇടതുപക്ഷത്തിൻ്റെ മുഴുവനായ ആളുകളുടെ എല്ലാ പിന്തുണയോടും കൂടി മുമ്പോട്ട് പോകുമെന്നാണ്. ഇതിൽ എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചന്ദ്രേട്ടൻ്റെ ഈ മുന്നിൽ ഞാൻ പുഷ്പാർച്ചന.
കൂത്തുപറമ്പ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ ജയന്തി രാജന് മണ്ഡലം അതിർത്തിയായ പെരിങ്ങത്തൂർ പാലത്തിന് സമീപത്ത് വെച്ച് ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ UDF നേതാക്കളും പ്രവർത്തകരും ഉജ്ജ്വലമായ സ്വീകരണം നൽകി. സ്വീകരണത്തിനു ശേഷം പെരിങ്ങത്തൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് റോഡ് ഷോയോടെ പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിലൂടെ ഉടനീളം പങ്കെടുത്തത്. മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃനിരയിൽ ആദ്യമായി ഇടം നേടുന്ന വനിതാ നേതാവാണ് 47-കാരിയായ ജയന്തി രാജൻ. നിലവിൽ മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ഇരുളം സ്വദേശിനിയായ ജയന്തി രാജൻ സോഷ്യോളജിയിൽ ബിരുദധാരിയാണ്. കോൺഗ്രസ് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് മുസ്ലിം ലീഗിലേക്ക് എത്തിയത്. പൂതാടി പഞ്ചായത്ത് അംഗമായും പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ജയന്തി രാജൻ വനിതാ ലീഗ് വയനാട് ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ജയന്തി ശ്രദ്ധേയയായത്. സാമൂഹിക സേവന രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു. ശ്രേയസ് എന്ന NGOയുടെ മൈക്രോ ഫിനാൻസ് പ്രവർത്തനങ്ങളിലും ജയന്തി സജീവമായി പ്രവർത്തിച്ചു. റോഡ് ഷോയോട് അനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP, UDF നേതാക്കളായ പൊട്ടങ്ങണ്ടി അബ്ദുള്ള, V സുരേന്ദ്രൻ മാസ്റ്റർ, PPS സലാം, V നാസർ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, കാട്ടൂർ മഹമ്മൂദ്, ഗഫൂർ മൂലശ്ശേരി, K രമേശൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ KC ബിന്ദു, ജിഷ വള്ളിയായി, നിഷിത ചന്ദ്രൻ, വനിതാ ലീഗ് കണ്ണൂർ ജില്ലാ നേതാക്കളായ സാജിദ ഇസ്ഹാഖ്, സക്കീന തക്കയിൽ, മണ്ഡലം നേതാക്കളായ MTK സുലൈഖ, നസീമ ചാമാളി, ഉമേസ തിരുവമ്പാടി, KC ഹസീന, ജസ്മിന, നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല, ഹാജറ യൂസഫ്, ഹാജറ മൂത്തോന, ഷെരീഫ, NV ഹഫ്സത്ത്, സക്കീന ടീച്ചർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ജയന്തി രാജന്റെ വരവോടെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ UDF പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പോയി വണ്ടി എടുത്ത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോവാം. ഇതിലെ പോയിട്ട് ഇതിലങ്ങ് പോവാം. UDF തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി KP സാജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമുള്ള റോഡ് ഷോ തലശ്ശേരി സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ചു. ബാൻഡ് മേളങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെ MG റോഡ്, ആശുപത്രി റോഡ്, ലോഗൻസ് റോഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു.
സമാപന ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP സംസാരിച്ചു. നാടിന്റെ സമാധാനവും ഐക്യവും കാക്കുന്നവരുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. നാടിനെ തമ്മിലടുപ്പിക്കുന്നവരുടെ വോട്ടല്ല, നാടിനെ ഒരുമിപ്പിക്കുന്നവരുടെ വോട്ട് അത് പ്രിയങ്കരനായ KP സാജുവിനായിരിക്കും എന്നുള്ളത് ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ ഉറച്ച തീരുമാനമാണ്. ഒരുപക്ഷെ CPM-ന്റെ സാധാരണ പ്രവർത്തകർ പോലും നാട് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് പോലും ഇത്തവണ UDF-നെ പരിഗണിക്കണം എന്നുള്ളതാണ് അവരോടുള്ള അഭ്യർത്ഥന. MP അരവിന്ദാക്ഷൻ, AK ആബൂട്ടി ഹാജി, N മുഹമ്മദ്, അഡ്വക്കേറ്റ് PG അരുൺ, അഡ്വക്കേറ്റ് K ഷുഹൈബ്, PV രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് K ലത്തീഫ്, A ഷർമിള, AK സക്കറിയ, K സുരേഷ്, ബഷീർ ചെറിയാണ്ടി, സുശീൽ ചന്ദ്രോത്ത്, K പവിത്രരാജ്, റാഫി ഹാജി എന്നിവരും നിരവധി പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മാഹി മേഖലയിൽ വാഹന പരിശോധന കർശനമാക്കി. അനധികൃത പണമിടപാട്, മദ്യക്കടത്ത് എന്നിവ തടയുകയാണ് ലക്ഷ്യം. ബസ്സുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബസ്സുകളിലും വാഹനങ്ങളിലും പരിശോധനകൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ 50,000 രൂപയ്ക്ക് മുകളിൽ കൈവശം വെച്ച് യാത്ര ചെയ്യുന്നവർ ആവശ്യമായ രേഖകൾ കരുതണമെന്ന് അധികാരികൾ മുന്നറിയിപ്പ് നൽകി. സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, ഫ്ലൈയിംഗ് സ്ക്വാഡ് എന്നിവയുടെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. മാഹി മേഖലയിൽ കോപ്പാലം, മാക്കുനി, പന്തക്കൽ, പാറാൽ, പള്ളൂർ എന്നിവിടങ്ങളിൽ പരിശോധനാ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായ വരുമാനമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശമില്ലാത്ത പക്ഷം പണം പിടിച്ചെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ബാങ്ക് രേഖകൾ, പണം പിൻവലിച്ച രസീതുകൾ തുടങ്ങിയവ തെളിവുകളായി ഹാജരാക്കണമെന്ന് അധികാരികൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട് അനധികൃത ഇടപാടുകൾ തടയുന്നതിനായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും സാധാരണ യാത്രക്കാരും വ്യാപാരികളും ഇതുമായി സഹകരിക്കണമെന്നും അധികാരികൾ അഭ്യർത്ഥിച്ചു. മാഹി മദ്യം 1/2 ലിറ്ററാണെങ്കിൽ പോലും കൊണ്ടുപോകുന്നതിന് ബിൽ നിർബന്ധമായും വേണം, ഇല്ലെങ്കിൽ മദ്യം പിടിച്ചെടുക്കും. ബസ്സുകളിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ ഒട്ടേറെ മദ്യക്കുപ്പികൾ പിടികൂടി. ഇക്കൂട്ടത്തിൽ ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവരെയും പിടികൂടുന്നുണ്ട്. ഇവരെ സ്റ്റേഷനിലെത്തിച്ച് പിഴയടപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പരിശീലനം പൂർത്തിയാക്കും മുമ്പ് ജോലി നേടിയ 53 NTTF വിദ്യാർത്ഥികൾക്കുള്ള നിയമന ഉത്തരവ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പാലയാട് അസാപ് NTTF ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ സൂരജ് ബഷീർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിശീലനം പൂർത്തിയാക്കും മുമ്പാണ് തലശ്ശേരി NTTFിലെ 53 വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിച്ചത്. നിയമന ഉത്തരവ് വിതരണ ചടങ്ങ് വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ ക്യാമ്പസിൽ നടന്നു. പാലയാട് അസാപ് NTTF ക്യാമ്പസിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ സൂരജ് ബഷീർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും അദ്ദേഹം വിതരണം ചെയ്തു. എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ ചിലപ്പോൾ അടച്ചുപൂട്ടിയേക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തിയറി പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. NPTELന്റെ സ്വയം പോർട്ടലൊക്കെ ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, മൂക്ക് കോഴ്സസ് ഉണ്ട്, IIT IISൽ അധ്യാപകർ കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. പക്ഷെ ഹാൻഡ്സ് ഓൺ സ്കിൽ അതിനെന്തായാലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വന്നേ പറ്റൂ. അപ്പോൾ ഈ ജോലി കിട്ടിയ എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. കുട്ടികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ പാരൻസിനും കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. NTTF പ്രിൻസിപ്പാൾ VM സരസ്വതി ചടങ്ങിൽ അധ്യക്ഷയായി. NTTF അക്കാഡമിക്സ് ഹെഡ് R അയ്യപ്പൻ മുഖ്യാതിഥിയായി. K ഷാജി, KS ഫെർണാണ്ടസ്, K ശ്രുതി, അരുൺ ചന്ദ്രൻ, വികാസ് പലേരി തുടങ്ങിയവർ സംസാരിച്ചു. NTTF വൈസ് പ്രിൻസിപ്പാൾ A രൺധീർ സ്വാഗതവും പ്ലേസ്മെന്റ് കോർഡിനേറ്റർ സുധീഷ് ജ്യോതി നന്ദിയും പറഞ്ഞു. NTTFിലെ അവസാന വർഷ ഡിപ്ലോമ ഇൻ ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് വിദ്യാർത്ഥികളിൽ മുഴുവൻ പേർക്കും പരിശീലനം പൂർത്തീകരിക്കും മുൻപേ ജോലി ഉറപ്പായിരിക്കുകയാണ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് മുഖേന ഇത്തവണ നിരവധി വിദ്യാർത്ഥികളാണ് നേരിട്ട് വിദേശ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. കൂടാതെ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളാണ് ഇത്തവണ ക്യാമ്പസ് സെലക്ഷന് വേണ്ടി തലശ്ശേരിയിലെത്തിയത്. ഇതിൽ 53 വിദ്യാർത്ഥികളാണ് ജൂണിൽ പരിശീലനം പൂർത്തീകരിക്കുക. പാലയാട് അസാപ് NTTF ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പങ്കാളികളായി. ആറുമാസം പ്രായമുള്ള മൊകേരി കടേപ്രത്തെ രജിലേഷ് ദിവ്യ ദമ്പതികളുടെ മകൾ ധ്രുവി മോൾക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം അമൃത ആശുപത്രിയിൽ നടത്തി.
അമ്മയാണ് കരൾ നൽകിയത്. 50 ലക്ഷം സ്വരൂപിക്കാനിറങ്ങിയ ജനകീയ കമ്മിറ്റിക്ക് 71,28,316 രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. 6 മാസം പ്രായമുള്ള ധ്രുവിമോൾക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം അമൃത ആശുപത്രിയിൽ വിജയകരമായി നടത്തിയതായി ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുകേരി കടയപ്പുറത്തെ കളരിപ്പറമ്പത്ത് രജിലേഷ് ദിവ്യ ദമ്പതികളുടെ മകളാണ് ധ്രുവി രജിലേഷ്. അമ്മ ദിവ്യയാണ് കരൾ നൽകിയത്. ചെന്നൈയിൽ നിത്യവരുമാനത്തിന് ജോലി ചെയ്യുന്ന രജിലേഷിന് ധ്രുവിമോൾക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോൾ ഭാരിച്ച ചികിത്സാ ചെലവിനോർത്ത് വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു. ജന്മനാട്ടിലെത്തി കുടുംബത്തെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. നാടൊന്നാകെ കൈകോർത്തപ്പോൾ 6 മാസം മാത്രം പ്രായമുള്ള ധ്രുവി രജിലേഷിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയതായി ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സങ്കീർണമായ നിലക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരം ഒരു തൊഴിൽ തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ഇത്തരം ബാധിച്ചൊരു സംഭവം വരുമ്പോൾ അതിന് താങ്ങാനാവിക്ക് ആകാത്തതിൻ്റെ പേരിൽ ഒരു മദ്രാസ് സെറ്റ് ഏകദേശം അവർ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അവർ നാട്ടിനെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ നാട്ടിൻ്റെ ഒറ്റക്കെട്ടായ സഹകരണത്തോടു കൂടിയുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിച്ചതും കൂടുതലായിട്ടുള്ള നിലക്കാണ് നമുക്ക് ഫണ്ട് വന്നിട്ടുള്ളത്. ആ നിലക്ക് കൃത്യമായിട്ട് നമുക്ക് 71,28,314 രൂപയാണ്. നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്തത് 50,000 താഴെ 45 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം ഉദ്ദേശിച്ചത്. അത് 70 ലക്ഷം കടക്കാനുണ്ടായിരുന്നു. ജനങ്ങളുടെ കൂട്ടായ്മ, ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾ, നാട്ടിലുള്ള ചെറുപ്പക്കാർ, വനിതാ വിങ്ങുകൾ, എല്ലാ ആരാധനകൾ, അത് പള്ളി, ക്ഷേത്രം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് ബസ്സിൻ്റെ ആൾക്കാർ, ഓണേഴ്സ്, തൊഴിലാളികൾ എന്ന് പറയേണ്ട നാനാജാതി മസ്തരും നാനാജാതി ജനങ്ങളും എന്ന് തന്നെ പറയണം. വളരെയധികം കൂട്ടായ നിലക്കുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഏറ്റവും നല്ല സന്തോഷം. മുകേരി കടയപ്പുറത്തെ കളരിപ്പറമ്പത്ത് രജിലേഷിൻ്റെയും ദിവ്യയുടെയും മകളാണ്. കരൾ പകച്ചു നൽകാൻ അമ്മ ദിവ്യയാണ് തയ്യാറായത്. ശസ്ത്രക്രിയക്കുള്ള ഫണ്ട് സമാഹരണത്തിന് നാടൊന്നാകെ കൈകോർക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. കടയപ്പുറം മഹല്ല് കമ്മിറ്റിയും ശ്രീനാരായണ മഠം ഭാരവാഹികളും പ്രദേശവാസികളും ധ്രുവിമോളുടെ വീട്ടുമുറ്റത്ത് ഒത്തുചേർന്ന് ഫെബ്രുവരി 11-നാണ് ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് തന്നെ കൂട്ടായ പരിശ്രമത്തിലൂടെ 71,28,314 രൂപ സമാഹരിക്കാൻ സാധിച്ചതായും ഇവർ പറഞ്ഞു. പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയായ കോർണർ ബ്രദേഴ്സ് കരോക്കെ ഗാനമേളയിലൂടെ സ്വരൂപിച്ച തുകയും വനിതാ കൂട്ടായ്മ ക്ഷേത്രങ്ങളിൽ ബക്കറ്റ് പിരിവ് നടത്തി സമാഹരിച്ച തുകയും ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. വിവിധ നവമാധ്യമ കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകൾ, വിദ്യാഭ്യാസ സഹകരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സ്വകാര്യ ബസ് ജീവനക്കാർ തുടങ്ങി എല്ലാവരും ഏകമനസ്സോടെ ധ്രുവിമോളെ സ്വന്തം മകളായി കണ്ട് അവളുടെ ജീവിതത്തിലേക്ക് കൈപിടിക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദ റിയൽ കേരള സ്റ്റോറിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ഇവർ പറഞ്ഞു. നമ്മുടെ ചികിത്സക്ക് അമൃത ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ മറ്റേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ അവർ 30-40 പിന്നെ തുടർ ചികിത്സക്കൊക്കെ പൈസ വേണ്ടിവരും എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ 50 ലക്ഷം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പിരിവ് ആരംഭിച്ചത്. ആ പിരിവ് ആരംഭിച്ച കമ്മിറ്റി നല്ല രീതിയിൽ തന്നെ, അതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, എല്ലാം നാട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ആദ്യം തന്നെ ഈ ചെറുപ്പക്കാർ, നമ്മുടെ സാധാരണ കാലത്തൊക്കെ കുട്ടികൾ ചെറുപ്പക്കാരെ വഴിവിട്ട് പോയി എല്ലാം മൊബൈലാണ് എന്ന് പറയുന്നതിന് സന്ദർഭത്തിൽ ചെറുപ്പക്കാർ അവരുടെ ഒരു കോർണർ, ബ്രദേഴ്സ് കോർണർ, അവർ നേരെ തലശ്ശേരി കടൽപ്പാലത്ത് പോയി കരോക്കെ ഗാനത്തോടെ ആദ്യം 1 ലക്ഷത്തിലേറെ സമാഹരിച്ച് പിന്നെ അതിന് തുടക്കമായിരുന്നു ഒരു കൈയിട്ടം. അത് കഴിഞ്ഞ് വനിതാ വിംഗ്, ബസ് തൊഴിലാളികൾ, നാട്ടിലുള്ള നാനാ വിധത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഇതിൽ സഹകരിച്ചു. നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കി. ആ അക്കൗണ്ട് അതുപോലെ തന്നെ QR കോഡൊക്കെ വെച്ചുകൊണ്ടത് പബ്ലിഷ് ചെയ്ത സമയത്ത് എല്ലാ ഭാഗത്തും വളരെ, പ്രത്യേകിച്ച് കുട്ടിയുടെ പ്രായം 6 മാസം പ്രായമായ കുട്ടി, ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ എല്ലാ നാട്ടിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ആളുകൾ സഹകരിച്ചു. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ
ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് മൊകേരിയിൽ കൂട്ടായ്മയിലൂടെ നടന്നതെന്നും ഇവർ പറഞ്ഞു. സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റി. ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതായും ഇവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മരവൻ അബൂബക്കർ ഹാജി, കൺവീനർ കെ രാജു, ട്രഷറർ അനൂപ് അശോക്, ഭാരവാഹികളായ ഹരിദാസ് മൊകേരി, നൌഫൽ മൊകേരി എന്നിവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് പഴയനിരത്ത് PP നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു. കൂത്തുപറമ്പ് പഴയനിരത്ത് PP നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. PM മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് നവാസ് ദാരമി, MV ശ്രീജ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ VK മുഹമ്മദ്, നഗരസഭാ കൗൺസിലർമാരായ CK ഷൈന, K വിനീത, മൂർക്കോത്ത് ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഓടക്കാരൻ ഷാജി സ്വാഗതവും T മനാഫ് നന്ദിയും പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം കൂത്തുപറമ്പ് PP നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഇഫ്താർ സംഗമത്തിനുണ്ട് എന്നുള്ളതും 16 വർഷമായി ഇവിടെ PP നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിനു മുമ്പ് ബ്രണ്ണൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുൻവശത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ള ഇഫ്താർ സംഗമം എന്ന് പടർന്ന് പന്തലിച്ച് ഒരു നാട് ആകമാനം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയായി, ഒരു സാംസ്കാരിക സംഘമായി മാറുമ്പോൾ തലശ്ശേരി വടക്കുംപാട് മണോളിക്കാവ് തിറമഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്. പുലർച്ചെ മുതൽ ഗുളികൻ, ശാസ്തപ്പൻ, കാർണവർ, ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. ഉച്ചയ്ക്ക് ദേശവാസികളുടെ വകയായി പ്രസാദ സദ്യയും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ധർമ്മടത്ത് മത്സരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് പത്തനാപുരം ഗാന്ധിഭവനിലെ അമ്മമാർ. കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ പോലീസുകാരന്റെ വീട്ടിന് നേരെ ബോംബേറ്, എറിഞ്ഞ സ്റ്റീൽ ബോംബ് പൊട്ടാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. KS തന്നെ ഹൈക്കമാൻഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായി K സുധാകരൻ മത്സരിക്കും. വ്യാഴാഴ്ച അർദ്ധരാത്രി വീശിയടിച്ച ശക്തമായ കാറ്റിൽ തലശ്ശേരി പിലാക്കണ്ടി പ്ലാസ കോമ്പൗണ്ടിൽ കൂറ്റൻ തണൽമരം പൊട്ടിവീണു. അർദ്ധരാത്രിയായതിനാൽ വൻ ദുരന്തം വഴിമാറി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.